നാടിൻ്റെ ഒരു ആശങ്ക പരിഹരിക്കുന്നതിനെക്കുറിച്ച് അവർക്കൊരാശങ്കയുണ്ട് ഇപ്പോഴും എങ്ങനെയുള്ള വീടുകളായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ കേന്ദ്ര സഹായത്തെക്കുറിച്ച് എന്താണ് പറയാൻ? കേന്ദ്ര സഹായത്തിൽ നമ്മളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു നില സ്വീകരിക്കേണ്ട സ്ഥിതിയില്ല, പ്രതീക്ഷയിലാണ്. പ്രധാനമന്ത്രി വന്നപ്പോഴും പ്രധാനമന്ത്രിക്ക് മുമ്പാകെ മുഖ്യമന്ത്രി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേരളം ആ യോഗത്തിൽ എല്ലാ നിലയിലും ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ഉൾപ്പെടെ നടത്തിയതാണ്. എല്ലാം പ്രധാനമന്ത്രിക്ക് ബോധ്യമായതാണ്. ഇവിടെ വന്ന കേന്ദ്ര സംഘത്തിനും ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന നിലപാടാണുള്ളത്. കേന്ദ്രമന്ത്രിമാരിവിടെ വന്നപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. താൽക്കാലിക പുനരധിവാസം ഇത്തവണ വളരെ നേരത്തെ തന്നെ ക്യാമ്പുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി തയ്യാറായി വീടുകളിലേക്ക് മാറ്റാൻ 4 രീതിയിൽ വാടക വീട്, ബന്ധുവീട്, പിന്നെ സ്പോൺസർഷിപ്പുള്ള വാടക വീട്, സർക്കാർ സംവിധാനങ്ങൾ, ക്വാർട്ടേഴ്സുകൾ, ഈ നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. എത്രയും വേഗത്തിൽ സാധാരണ ക്യാമ്പുകളിൽ കുറേ കാലം ആൾ താമസിക്കുക, അതൊന്നും മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും എല്ലാവരും യോജിപ്പിച്ച് സർക്കാർ മുന്നോട്ട്. വിലങ്ങാട് സമാനമായ പ്രശ്നമാണ്. കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അവിടെ ആളുകൾ രക്ഷപ്പെട്ടു പോയതാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. എല്ലാ നിലയിലും വിലങ്ങാടിനെ സംരക്ഷിക്കാനുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും.